ഗീത സാറും സുനിൽ സാറും ശിവാൻ സാറും ഒക്കെ RCMനെ പറ്റിയിട്ട് നമ്മൾ ഇറങ്ങി നിൽക്കട്ടെ. പോകുന്നതൊക്കെ കുറച്ചൊരു പേടിയാണ്. കാരണം ഇങ്ങനെ വലിയ സദസ്സിലൊന്നും ഇങ്ങനെ സംസാരിച്ചൊന്നും വലിയൊരു പരിചയമൊന്നുമില്ല. RCM എന്താണ് എന്നും അതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പം അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ അധികം വാചാലമായിട്ട് സംസാരിച്ചെങ്കിലും ബോറടിപ്പിക്കുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് ഈ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു നന്ദി പറയുകയാണ്. കാരണം ഇവിടുന്ന് ഏകദേശം 10 മണിക്കൂർ ദൂരെ യാത്ര ചെയ്തിട്ടാണ് കോഴിക്കോടുള്ളത്. ആ കോഴിക്കോടുള്ളത് ഞങ്ങളങ്ങോട്ട് വിളിച്ചു വരുത്താൻ എന്നെയും അച്ഛനെയും വിളിച്ചു വരുത്താൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, വലിയ മനസ്സാണ്. അംഗീകാരങ്ങളും എന്താ പറയുക അനുമോദനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടുന്നത് പലപ്പോഴും പലർക്കും തൻ്റെ മുഴുവൻ ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടാറില്ല. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം RCM എന്നുള്ള 3 അക്ഷരം അത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. 20 വർഷം. നേരത്തെ ശിവാൻ സാറ് 3 വർഷത്തിൻ്റെ കാര്യം പറഞ്ഞു, 5 വർഷത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് RCM എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 20 വർഷമായി. 2005 അച്ഛൻ RCMൽ ജോയിൻ ചെയ്യുന്ന സമയം തൊട്ട് RCMൻ്റെ കൂടം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ RCMലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ജൂണിലാണ്. 20 വർഷമായി എനിക്കിത് മനസ്സിലാക്കാനും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഉൾക്കൊള്ളാനും ഉള്ള ഒരു ടൈം പീരീഡ്. അത് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു പൊട്ടത്തരമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതായത് എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു സേഫ് സോണിലാണ് നിൽക്കുന്നത്, എനിക്ക് RCM ആവശ്യമില്ല എന്നുള്ള ധാരണയാണുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മളിൽ പലരും ഇവിടെ എല്ലാവരും നമ്മളെല്ലാവരും ഒരാളോട് RCM പറയുമ്പോൾ അവരെന്താ പറയുക, കുഴപ്പമില്ല, ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്, അത് തന്നെ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനില്ല, വേണമെങ്കിൽ സാധനം കൊണ്ടുവന്നാൽ സാധനമൊക്കെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് പലപ്പോഴും പല ലീഡർമാരെയും പിന്തിരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. 2005 അച്ഛൻ RCMൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും അച്ഛൻ RCMൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഒരു ഫാമിലിയാണ് ഞാനും അമ്മയും അനിയനും ഒക്കെ ഉള്ള ഒരു ഫാമിലി. കാരണം RCM എന്താണ് എന്നോ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്താണ് എന്നോ ഉള്ളൊരു ബോധ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്നല്ല, ഇന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു 90% ആളുകൾക്കും എന്താണ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് എന്നോ എന്താണ് ഇതിന്റെ സാധ്യതകൾ എന്നോ എന്നുള്ളൊരു ബോധ്യം. ആ ബോധ്യം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിനെ വിമർശിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറയുന്നത് 2005 നമ്മുടെ RCM എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത് 2000-ലാണ്. ഇപ്പൊ 2005 അച്ഛൻ RCM ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഇന്ത്യൻ ആർമിയിൽ 2004 ജോയിൻ ചെയ്തു, 1 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർമിയിലെ ജോലി ധാരാളമാണ്. ആ ധാരണയാണ് എനിക്കുണ്ടായത്. ആ ധാരണയ്ക്ക് ഞാൻ മാറി. അന്ന് സംബന്ധിച്ചിടത്തോളം എന്താ ഒരു കുഴപ്പമില്ല. പിന്നെ അച്ഛൻ ഇങ്ങനെ വീടാന്തരം കയറി RCMന്റെ സാധനമൊക്കെ വിൽക്കാന്ന് പറയുമ്പോൾ വളരെ പ്രയാസം. കാരണം എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. നമ്മളെന്താ പറയാ, ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ഇട്ട് വൈറ്റ് കോളർ ജോലിയാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ശമ്പളമുണ്ട്. ആ ശമ്പളമുള്ള മോന്റെ അച്ഛൻ പോവാന്ന് പറയുമ്പോൾ അയ്യേ, അത് വളരെ മോശമാണ്. ഇപ്പൊ ഞാൻ നാട്ടിലില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത് ഞാൻ എത്രത്തോളം എന്നെ കൊണ്ട് അച്ഛനെ പിന്തിരിപ്പിക്കാൻ സാധിക്കും ഒക്കെ നോക്കി, ഒരു രക്ഷയില്ല. അച്ഛൻ്റെ വഴിക്ക്, അതായത് RCM എന്ന നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തെ മനസ്സിലാക്കി അതിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഉൽപ്പന്നങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഗുണമേന്മ മനസ്സിലാക്കി അച്ഛൻ മുന്നോട്ട് പോയി. ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ തുടക്കകാലത്തിൽ നേട്ടങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടി വലിയ മോശമാക്കി അച്ഛൻ മുന്നോട്ട് പോയി. ഇത് പിന്തിരിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. അച്ഛൻ ആ സമയത്ത് അച്ഛനൊരു അസുഖം ഉണ്ടായിരുന്നു. അച്ഛൻ പലപ്പോഴും പല മീറ്റിങ്ങുകളൊക്കെ പറയാറുണ്ടായിരുന്നു, ഒരു സന്ധിവാദം, അമ്മാന്ന് അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ ബിസിനസ് ഒക്കെ ഏറ്റെടുക്കാൻ, ഇങ്ങനെ ഒരു സാധനങ്ങൾ സെയിൽ ചെയ്യാൻ മുന്നോട്ട് പോകുക പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം പലപ്പോഴും പല പ്രയാസമാണ്. എൻ്റെ കുടുംബത്തിലൊക്കെ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു പരിഹാസ കഥാപാത്രത്തെ പോലെ കാണുന്നിടത്തൊക്കെ അച്ഛൻ RCM പറയുക. ആ
ചുവട്ട് കൂടി കേട്ട് മറ്റേ ചുവട്ട് കൂടി ഒഴിവാക്കുന്ന രീതിയിൽ അച്ഛൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ RCMൽ ഞാൻ പറഞ്ഞു 20 വർഷമായി നമ്മൾ ഞാൻ നെഞ്ചുവിരിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതൊന്നും ഒട്ടും തന്നെ ഇതിനെ സ്നേഹിക്കാതെ അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാതെ നിന്നൊരാൾ. എന്തായാലും ആർമിയിൽ വലിയ വരുമാനം ഉണ്ടെന്നൊക്കെ എന്താ പറയുക സ്വയം അഹങ്കരിച്ച് നടന്ന എനിക്ക് അതിന് കുറച്ചങ്ങോട്ട് പോയപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സാധ്യത മനസ്സിലായി. കാരണം നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും മനുഷ്യർക്ക്. ആഗ്രഹങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. ആഗ്രഹങ്ങളാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്കൊന്നും നടക്കൂല. നമ്മൾ ആഗ്രഹിച്ച് പോകുന്നല്ലാണ്ട് അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കാണാനല്ലാതെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആർമിയിൽ ജോലിയുണ്ട്, കുഴപ്പമില്ല, കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സമ്പാദ്യം നമുക്കൊരു മാസം അവസാനം ആ സമയത്ത് നമുക്ക് മാറ്റിവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും ആർമിയിൽ ആർക്കും അതില്ല എന്നല്ല. ആർമി എന്നല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ആരെങ്കിലും സർക്കാർ റിട്ടയർ ആയിട്ട് ആളുകളുണ്ടോ? റിട്ടയർ ആണോ സാർ? സർവീസിലാണോ? അതെ സാർ റിട്ടയർ സർവീസിലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വരുമാനം എന്ന് പറയുന്നത് അത്രത്തോളം ഫിനാൻഷ്യലി ഒരു സെറ്റപ്പുള്ള ഫാമിലി അല്ലെങ്കിൽ അടിത്തറുള്ള ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്ര വരുമാനം അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മാസം കറക്റ്റ് 34 നമുക്ക് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ 1-ാം തീയതി ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് കാര്യമാവും. ഒരു സംശയമില്ല. ആ ഒരു ലെവലിലാണ് ഒരു സർക്കാർ ഉദ്യോഗം. എന്തായാലും ആർമിയിൽ വളരെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു എന്തായാലും വലിയ മെച്ചമൊന്നുമില്ല, നാട്ടിലേക്ക് പോരാൻ. അപ്പൊ നാട്ടിലേക്ക് പോരാൻ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ എന്താ പറയാ, നീ അവിടെ നിൽക്ക്, തൽക്കാലത്തേക്ക് കുറച്ചുകൂടി നിൽക്ക്, നോക്ക്, കഴിയുന്നിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്തും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചുള്ള അനുഭവമായിട്ട് അച്ഛൻ പറഞ്ഞു, നീ ധൈര്യപൂർവ്വം നാട്ടിലേക്ക് വന്നോ, ഒരു പ്രശ്നവുമില്ല, ഇവിടെ RCM ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഈ സാധനം കയറി. കാരണം ഞാൻ അപ്പോഴും ഉള്ളിൽ ഒരാൾ പിടിച്ചു വലിക്കുക, എന്താ RCM, എന്ത് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് 1990-കളിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. അന്നൊക്കെ അത് ഒരു മൾട്ടി ലെവൽ കമ്പനികളാണ് ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോയത്. ഇപ്പൊ നേരത്തെ നിസാറൊക്കെ പറഞ്ഞ മാതിരി ആംബെ ആണെങ്കിലും മോഡിഫെയർ ആണെങ്കിലും വലിയ വലിയ കമ്പനികൾ, അവരുടെ വലിയ കമ്പനികൾ എന്ന് പറയുന്നത് വലിയ വലിയ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളിലേക്കാട്ടും ഇരട്ടിയിലുള്ള തുക അതൊന്നും സാധാരണക്കാരന് എത്തിപ്പിടിക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്ട് സെല്ലിംഗിൽ എന്ത് വിശ്വസിച്ചാണ് ആർമി റിട്ടയർഡ് ആയ ഞാൻ ഒന്ന് ചെയ്തതാണ് എന്റെ കാരണം. അപ്പൊ 2015 ഞാൻ തീരുമാനമെടുത്തു ആർമി BRS പോരാൻ. കാരണം വലിയ മെച്ചമൊന്നുമില്ല, പിന്നെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2019 ഞാൻ ആർമിയിൽ റിട്ടയർഡ് ആയി. നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു, ഓക്കെ നമ്മൾ ശരി, നമ്മള് RCM സജീവാകുമല്ലേ. എവിടെ അപ്പോഴും നമ്മളെ മൈൻഡ് തലയിലുള്ള ഒരാൾ പിടിച്ചു വലിക്കുക, നമ്മളെ ഇത് ശരിയല്ല കേട്ടോ, ഇത് ശരിയാവൂല, ഏത് നീ വെറുതെ അതിൽ പോയി ചാടണ്ട, അതൊന്നും അത്ര ശാശ്വതമായ ബിസിനസ് അല്ല എന്ന് പറഞ്ഞ് നമ്മളെ പിൻവലിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള പിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല തുക നമുക്ക് ലഭിക്കല്ലോ, ആ തുക കൊണ്ട് ഞാനും എൻ്റെ 2-3 കൂട്ടുകാരെ കൂടി ചേർന്ന് ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു ഗ്രോസറി ഹോൾസെയിൽ റീറ്റെയിൽ ബിസിനസ്സാണ്. നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളൊരു റിലേറ്റീവായിട്ട് പാചകക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ പാചകക്കാർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ നല്ല കുഴപ്പമില്ലാത്ത ലാഭം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങി ഒരു മുതലാളിയൊക്കെയാണ് രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് അവിടെ പോവുക, കസേരയിലിരിക്കുക. കാരണം നമ്മുടെ ധാരണകൾ തുടങ്ങി ഏകദേശം 1 മാസം കൊണ്ട് തന്നെ ആ ധാരണകളൊക്കെ മിഥ്യാധാരണ ബോധ്യം എനിക്ക് വന്നു. കാരണം നമ്മൾ ഞാനെന്നല്ല, ഏതൊരാള് ഇത്തരത്തിലുള്ള ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിലും അതേ കൃത്യമായ സമയത്ത് അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് എവിടുന്നാണ് തുടങ്ങിയത് അതിന് താഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകും. ഇപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, തിരിച്ചു വരും രാത്രി 11:30. ഞാൻ നാട്ടിൽ വന്ന് എന്തിനാ ആർമിയിലുള്ള ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് അത് വീട്ടിൽ സ്വസ്ഥമായിട്ട് കുടുംബമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോൾ പിടിച്ചതിനേക്കാളും വലിയ മാളത്തിനുള്ള അവസ്ഥയാണ്.
ഒരു രക്ഷയില്ല. അപ്പൊ വിചാരിച്ചു കുഴപ്പമില്ല, എന്നാലും എന്താ ലാഭം ഉണ്ടാവുമല്ലോ, പണം എന്നുള്ളത് മുഖ്യം നമുക്ക് എല്ലാവർക്കും. ആ ഒരു കൺസെപ്റ്റ് കുറച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയപ്പോൾ ഏകദേശം ഒരു വർഷമായപ്പോൾ അത് ഏകദേശം ഒരു ബോധ്യമായി. കാരണം ഏകദേശം 25 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത ആ ബിസിനസ് ഒരു കൊല്ലം കഴിയുമ്പോൾ ബാക്കി വെച്ചിട്ടുള്ളത് 2 കോടതി കേസ്, 10 ലക്ഷം ഓടി, അതായത് ബാങ്കിൽ ഓടി 10 ലക്ഷം. അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന തുകയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒരു ലാഭം നമുക്ക് ലഭിക്കുന്നത് വെച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. എനിക്ക് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ മുൻപ് പറയുന്നത്. അപ്പൊ ഞാനെന്നല്ല, RCMന്റെ ഒരാളും ഒരു തരത്തിലും നിങ്ങളോട് ഒരു കളവ് പറയില്ല. നമ്മുടെ മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് RCMനെ വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോടതി കേസ് എന്ന് ഞാൻ പറയാം. ഈ 10 ലക്ഷം ഓടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഷോപ്പ് കടം കൊടുക്കും. ഈ കടം കൊടുക്കുന്ന ആളുകളൊന്നും തന്നെ കൃത്യസമയം നമുക്ക് തിരിച്ചു തരാതിരിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടേക്ക് സാധനങ്ങൾ ഇറക്കിയിട്ട് നമുക്ക് സ്റ്റോക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പൈസ മറ്റിൽ നിന്ന് റോഡ് തീർക്കേണ്ടി വരും. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള മെച്ചമാണ്. കേസ് എന്ന് പറയുന്നത് 2019 ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 നമ്മളൊരു 2-3 ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടി ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി. മറ്റുള്ള ഉൽപ്പന്നങ്ങളൊന്നല്ല, ഈസ്റ്റേണിന്റെ ഉൽപ്പന്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയറിക്കോ നമ്മുടെ ചായപ്പൊടി ഉണ്ടായിരുന്നു. ഈസ്റ്റേണിന്റെ ഒരു കറി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി പൗഡർ ഉണ്ടായിരുന്നു, അത് കൊണ്ട് കൊണ്ടുപോയി കാശ്മീരി ചില്ലി. ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ സമൻസ് കിട്ടി. 1ാം പ്രതി ഞാനാണ്, 2ാം പ്രതി എൻ്റെ കൂടെയുള്ള പാർട്ട്ണറുടെ ഭാര്യ, അവരെ 3-4 ഭാര്യമാരാണ് പാർട്ട്ണർമാരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റൊന്നല്ല, ഉൽപ്പന്നങ്ങളുടെ മായുണ്ട്, അതായത് അനുവദനീയമായ അളവിലധികം അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിൽക്കാൻ യോഗ്യമല്ല. വിറ്റാണ് പേരിൽ 1ാം പ്രതി. പോലെ പട്ടാളത്തിൽ കുഴപ്പമില്ലാത്തത് നിന്ന് ഞാൻ നാട്ടിൽ സുഖിക്കാൻ വേണ്ടി വന്നു. കിട്ടിയത് ഒരു വർഷം കൊണ്ട് ഒരു കോടതി കേസും 10 ലക്ഷം ബാങ്കിൽ കടവും. ഉള്ള പട്ടാളത്തിൽ ലഭിച്ച പണവും അതവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. നല്ലൊരു സിറ്റുവേഷൻ. ആവുന്നത് മച്ചം പറഞ്ഞതാണ്, വേണ്ട മോനെ വേണ്ട, ഈ ഇതിൽ ചേർന്നോ, RCM ചേർന്നോ, പക്ഷെ ഒരിക്കലും എന്നെ നിർബന്ധിച്ചിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് നീ ഇതിൽ വരണം എന്ന് പിടിച്ച ബില്ല് കൊണ്ടുപോയി ചിലപ്പോൾ ഞാൻ പോയായിരുന്നേ. പക്ഷെ അച്ഛനും വിചാരിച്ചു ഇവൻ സ്വയം മനസ്സിലാക്കി വരുന്നെങ്കിൽ വന്നാൽ മതി, അല്ലാതെ എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ പോയി. അച്ഛനെ ആ പറഞ്ഞ വാക്കൊന്നും കേട്ടില്ല. അച്ഛനെന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ അച്ഛൻ്റെ മോളിൽ നിൽക്കുന്ന ലീഡർമാരായിട്ടുള്ള സുജിത് സാറാണെങ്കിലും നമ്മുടെ മൂന്ന് സാറാണെങ്കിലും ഒക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. കാരണം നാട്ടിലുള്ള ഒട്ടനവധി എല്ലാ പ്രോഗ്രാമും ഞാൻ പോകും. ക്ലബിന്റെ കാര്യമാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ കാര്യമാണെങ്കിലും ബാങ്കിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ഞാൻ പോകും. RCM മാത്രം ഞാൻ വരും. ഇതെന്തൊരു ഇതാണ്. വീട്ടിൽ അച്ഛൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട്. പക്ഷെ ഇവരെ എങ്ങനെ പിടിച്ചാലും RCM കിട്ടില്ല. കാരണം ഒരു RCM താല്പര്യം ലീഡർമാരെ പഠിച്ച പണി 18 നോക്കിയിട്ടു ഞാൻ അവർക്ക് പിടികൊടുത്തില്ല. അത് എൻ്റെ ഒരു പൊട്ടത്തരവും ബുദ്ധിശൂന്യതരവുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വൈകിയില്ല. പലപ്പോഴും പറയില്ല നമ്മള്, മൂത്തവർ ചൊല്ലും 3 എണ്ണികയെ ആദ്യം കഴിഞ്ഞ് പിന്നെ മതിരിക്കുന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ആ സമയത്ത് അതൊന്നും ചെവിക്കൊള്ളാതെ, ഇത് ചെവിക്ക് ഞാൻ ബോധപൂർവ്വമല്ല കേട്ടോ, അത് ഞാനൊന്നും ചെയ്യുന്നത് ബോധപൂർവ്വം. കാരണം എന്താ, ഈ ഉൽപ്പന്നങ്ങൾ മുഴുവൻ എനിക്കറിയാം. 2005 മുതൽ അച്ഛൻ ഒരു പ്രത്യേകത ഉണ്ട്. അച്ഛൻ നല്ല കേട്ടോ, RCMന്റെ ഏതൊരാളും ഞാൻ തകൽ സാർ പറഞ്ഞു, നമ്മൾ ആദ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ വീട്ടിൽ ഈ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. RCMന്റെ ആട്ടയാണെങ്കിലും തവിടന്റെ ആണെങ്കിലും എല്ലാ ഉൽപ്പന്നങ്ങളും, സോപ്പാണെങ്കിലും എന്താ പൗഡർ ആണെങ്കിലും പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ട് ഇതൊക്കെ മനസ്സിലറിയാം. പക്ഷെ എന്താ, വരാനൊരു മടി. ഉള്ളിലുള്ള ഒരാള് നമ്മളെ പിടിച്ചു വലിക്കുക, ഇത് നീ പോണ്ട പോണ്ട പോണ്ട. അയാളെ കീഴ്പ്പെടുത്താൻ എനിക്ക് കഴിയാത്തതാണ് എന്റെ വലിയ പരാജയം. ഇപ്പൊ നമ്മൾ പലരെയും വലിയ പരാജയം പോലെ തന്നെയാണ്. നമുക്ക് പലർക്കും ഒരു ചടപ്പ മനസ്സിലായി, എന്ത് ഇതിപ്പോ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്, അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ആ ഒരു ധാരണയുടെ പുറത്ത്, അത് മിഥ്യാധാരണയാണ് നമ്മൾ പലരെയും കുഴപ്പപ്പെടുത്തിണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു, ബിസിനസിന്റെ കഥ അങ്ങനെയായി കേസായി കോടതിയിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തു. 4 വർഷമായി 1ാം പ്രതിയായിട്ട് കോടതിയുടെ കൂട്ടിൽ
കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല, കൂടെ 3 എൻ്റെ കുടുംബക്കാരുടെ ആളുകൾ. അപ്പോൾ എൻ്റെ ഒരു സ്ഥിതി ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്നാലും ഒഴിവാക്കണമല്ലോ. അപ്പൊ ഇത് ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളഞ്ഞിരുന്നു, ചക്കയുടെ വിളഞ്ഞിയിൽ നമ്മൾ കൈ കുടിക്കാതെ ഒഴിവാക്കാൻ പറ്റിയ പാടാണ്. ആ ഒരു അവസ്ഥയിലാണ് ആ ബിസിനസ് കിടക്കുന്നത്. കാരണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരം കേട്ടോ, മധുരം അത് ഒരു ഇതാണ്, പറച്ചിലാണ്. അത്രയും ധൈര്യം, കാരണം അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ഒട്ടനവധി ആൾ കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് കൂട്ടുകയാണെങ്കിൽ ഓക്കെ ശരി, അല്ല മുകളിലും ആ 10 ലക്ഷം ഓടി കിടക്കുന്നുണ്ട്, അത് ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും 10 ലക്ഷത്തിന് അവിടെ അടച്ച് അത് ഒഴിവാക്കട്ടെ. അപ്പൊ ബിസിനസ് അവിടെ നടന്നു പോകുന്നുണ്ട്. ആ അവസരത്തിലാണ് ഒരു ഗവൺമെന്റ് ജോലി വീണ്ടും എന്നെ തേടി വരിക. എക്സർവീസ്മാൻ ആണ്. ആ പരിഗണന വെച്ചിട്ട് കേരള ഫയർഫോഴ്സിൽ ഹോംഗാർഡായിട്ട് ടെമ്പററി ആയിട്ട് കിട്ടാറ്. അപ്പൊ വീട്ടിൽ പറഞ്ഞു. അപ്പോഴും അച്ഛൻ പറഞ്ഞു, നീ അതൊന്നും പോകണ്ട, താൽക്കാലികമായിട്ടുള്ള ജോലിയാണ്, വലിയ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല, വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും എന്താ പറയാ, കേൾക്കാൻ ഒരു മനസ്സിനൊരു മടി. കാരണം നാട്ടിൽ വന്ന് ബിസിനസ് ഒക്കെ ആയിട്ട് എങ്ങനെ നടക്കുമ്പോഴും ഇതൊക്കെ ആരുടെ സാധ്യതകൾ കൂടെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇതും കൂടി ഇത് പരിശോധിക്കുക, എന്താ പറയാ, ഒന്ന് ചെക്ക് ചെയ്യാൻ എന്തായിരിക്കും ഇതിന്റെ ഒരു അവസ്ഥ. അങ്ങനെ ഫയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഫയർഫോഴ്സ് എനിക്ക് മനസ്സിലായി. കാരണം എന്താ, നൈറ്റ് ഡ്യൂട്ടിയാണ്, അവിടെ ഉള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, ഫയർഫോഴ്സിന് പണിയൊന്നുമില്ല, അവർ വെറുതെ അവിടെ കളിച്ചു കുത്തിരിക്കുകയാണ്, ഷട്ടിൽക്കാർ കളിച്ചു കുത്തിരിക്കുന്ന ധാരണ ഉണ്ട്. പക്ഷെ പണിയുള്ള സമയത്ത് ഇത്രയും പണിയുള്ള ഒരു ഗവൺമെന്റ് ഫോഴ്സ് ഒന്നും വേറെ ഇല്ല. അത്രയും മെനക്കെട്ട പണികൾ, പണിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആർമിയിൽ 10-15 കൊല്ലം, 17 വയസ്സായപ്പോൾ ആർമിയിൽ ജോയിൻ ചെയ്താണ് ഞാൻ. അതായത് നാട്ടിലുള്ള ഒരു സുഖസൗകര്യം അനുഭവിക്കാതെ, അതായത് തന്റെ പഠനം കഴിഞ്ഞ് 17 വയസ്സിൽ വീട്ടിൽ വലിയൊരു സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വീടിന് എങ്ങനെയെങ്കിലും കരകയറ്റണം, ഒരു സർക്കാർ ഉദ്യോഗം നേടണം എന്നുള്ള ഒരു ധാരണ. ആ ധാരണയുടെ പുറത്തല്ല, ആ സമയത്ത് വലിയ ജോലി തന്നെയാണ് ഏറ്റെടുത്ത ആളാണ്. അപ്പൊ ഒരു സുഖസൗകര്യം അനുഭവിക്കാതെ 15 വർഷത്തിന് ശേഷം കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന് ഞാൻ ആദ്യം ഒരു ബിസിനസ് തുടങ്ങി. രാവിലെ 7 മണിക്ക് പോയി രാത്രി 11 മണിക്ക് വന്നു. ഉള്ള സമാധാനം മുഴുവൻ പോയി. ഒരു കേസായി, 10 ലക്ഷം ലോണായി, അതൊക്കെ ഒരു തരം കൂടി പോയി. അതിനൊന്നും റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നു. ഇവിടെ അതിനെക്കാട്ടും വലിയ അവസാനം ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, ഇനി പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ളെന്ന് പറയുന്ന ആളെ തൽക്കാലത്തെ കട അടക്കി നിർത്തിയിട്ട് അച്ഛൻ്റെ കൂടെ RCMൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. 2025 ജൂൺ മാസം കോഴിക്കോട് വെച്ച് നടന്ന പ്രോഗ്രാമിൽ RCMലേക്ക് ജോയിൻ ചെയ്തു. നേരത്തെ സാറ് പറഞ്ഞു തലമുറകളുടെ ബിസിനസ്. സത്യസന്ധമായിട്ട് പറയുന്നത് അങ്ങനെ തന്നെയാണ് RCM. ഒരു സംശയം ആർക്കും വേണ്ട. തലമുറകളെന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ ആ സമയം 2005 ജോയിൻ ചെയ്തു. 2013 അമ്മയുടെ പേരിൽ ID എടുത്തു. ആ ID മുന്നോട്ട് കൊണ്ടുപോയി. അച്ഛൻ്റെ ID അച്ഛൻ മുന്നോട്ട് കൊണ്ടുപോയി. അതിന് വാർത്ത ചെയ്തില്ല. അപ്പോൾ അമ്മയുടെ ID എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് ഇന്ന് കേരളത്തിൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ, നമ്മളങ്ങനെ പറയില്ലോ ഗസറ്റഡ് റാങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും വലിയ റാങ്ക് ഗസറ്റഡ് റാങ്ക്. ആ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം ഒരു പണിയെടുക്കാതെ ഒരു മൂന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിലും നടക്കില്ല. പക്ഷേ അത് തലമുറകൾ കൈമാറാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഡോക്ടറെ, ഞാൻ സാറ് പറഞ്ഞു, ഒരു ഡോക്ടർ തന്റെ മകനെ ഡോക്ടർ ആക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കണം. മകൻ പഠിപ്പുള്ള മകനാണ് ലക്ഷങ്ങൾ ചെലവാക്കണം. പഠിപ്പില്ലാത്തവരാണെങ്കിലോ കോടികൾ ചെലവാക്കണം. ചൈനയിലെ മറ്റു പാർലീസിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നത് ഒരു എഞ്ചിനീയറോ ഒരു വക്കീൽ ആരാണെങ്കിലും. പക്ഷെ ഇവിടെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളം വളരെ നിഷ്പ്രയാസം തന്റെ ഇതിലേക്ക് കടന്നു വന്നുള്ള മകൻ കൈമാറാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ കടന്നു വന്ന നിമിഷമാണ്. കാരണം ഞാൻ ഇത്രയും നാള് വളരെ എന്താ പറയുക ലാഘവത്തോടെ കണ്ട ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ ആർമിയുടെ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ബിസിനസ്സിലോ നേടാൻ പറ്റാത്ത അത്രയും ഒരു തുക ഞാൻ നേടുമ്പോൾ സത്യത്തിൽ ഞാൻ അതിന് അർഹനാണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അർഹനൊന്നുമല്ല. കാരണം എന്താ, 2005 മുതൽ അച്ഛൻ എന്നെ പറ്റി പറയുക, വീട്ടിൽ ഇതിനെ സംസാരിക്കുക, തുടക്കത്തിൽ ഞാനതിനെ എതിർക്കുക, പിന്നെ അച്ഛൻ നേട്ടങ്ങളൊക്കെ ഞാൻ കാണുക, എന്നിട്ടും ഇതിൽ വരാതിരിക്കുക. പക്ഷെ എന്താ, സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും ഓരോ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു സാഹചര്യത്തിലും ഉള്ളിലുള്ള ഒരാള് ഇങ്ങനെ പിടിച്ചു വലിക്കുക, ഇത് പോണ്ട പോണ്ട പോണ്ട
ആ ബോണ്ട എന്ന് പറയുന്നതിന്റെ ഒരു കേട്ടതിന്റെ ഒരു എന്താ പറയാ ദുഷ്ഫലമാണ് ഞാൻ അനുഭവിച്ചത്. എന്തായാലും വളരെ ആത്മാർത്ഥതയോടുകൂടി 2025 ജൂൺ മാസം ഞാൻ അസംബ്ലിയിൽ കടന്നു വന്നു. ഞാൻ കടന്നു വരുമ്പോൾ ഒരു പേൾ എന്ന് പറഞ്ഞ പൊസിഷനാണ് കടന്നു വന്നത്. കടന്നു വന്ന അടുത്ത മാസം തന്നെ ഞാൻ സ്റ്റാർ പ്ലസ് എന്ന പൊസിഷനായി. അടുത്ത മാസം തന്നെ. അതൊന്നും എന്റെ നേട്ടമല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, RCMൽ ഒരാൾക്കൊരു നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ നേട്ടത്തിനപ്പുറം ടീമിന്റെ നേട്ടമാണ്. ടീം വർക്കാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സത്യം പറഞ്ഞാല് ഞാൻ ഇതിൽ പലരെയും ആദ്യമായിട്ട് കാണും, പക്ഷെ എല്ലാവരെയും അറിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ, ഇത്രയും വലിയൊരു ടീം ഇവിടെ ഉണ്ട് എന്നുള്ളതും ഈ ടീമിന്റെ ബിസിനസ്സാണ് അല്ലെങ്കിൽ ഈ ടീമിന്റെ പ്രവർത്തനങ്ങളാണ് എന്നെ ഞാനാക്കിയുള്ള ബോധ്യം എനിക്ക് എന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഇതൊരു ടീമിന്റെ ഒരു കുടുംബമാണ് നമ്മൾ. ഞാനിത് അങ്ങനെയാണ് സത്യം പറഞ്ഞാല് പലപ്പോഴും ഇതൊരു ബിസിനസ് എന്ന് പറയാൻ എനിക്ക് മടിയാണ്. കാരണം ഇതൊരു കുടുംബം, RCM എന്ന് പറയുന്നത് കുടുംബമാണ്. പണ്ട് നമ്മുടെ നാട്ടില് കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകുടുംബ വ്യവസ്ഥ ആ സമയത്ത് ഇപ്പൊ വീട്ടിൽ വലിയ അംഗങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, കുടുംബത്തിൽ 1, 2, 3 ആളുകൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആ കുടുംബം മൊത്തത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ പിന്നെ നമ്മളെന്തായി, അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറി. അപ്പൊ എന്താ, വീട്ടിൽ ഒരാൾക്ക് ജോലി ഇല്ലാണ്ടായാൽ തന്നെ എന്താവും, ആ വീടിന്റെ സ്ഥിതി താഴ്ന്നു. അപ്പൊ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് RCM നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു മഹത്തായ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കുടുംബം കൂട്ടായ എന്താ പറയുക, ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു മടി. ബിസിനസ് എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു കാരണം ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു സേവനമാണ്. കഴിഞ്ഞ നമ്മുടെ സിയാൻ കൺവെൻഷൻ സെന്ററിന്റെ രൂപാന്തര യാത്ര വന്ന സമയത്ത് നമ്മുടെ ഇതിന്റെ മഹാനായ TCG സാർ, നമ്മുടെ ഇതിന്റെ ഫൗണ്ടർ പറഞ്ഞു, നിങ്ങൾ ഇതൊരു ബിസിനസ്സായി കാണണ്ട, നിങ്ങളിത് പണത്തിന് വേണ്ടി ചെയ്യണ്ട. നിങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉത്പന്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇന്ന് ഉത്പന്നമാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ ഗുണം ഇന്ന കാര്യങ്ങൾ, അതിന്റെ ഗുണമുള്ളത് അത് പറഞ്ഞു കൊടുത്താൽ തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വരുമാനം വന്നോളൂ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് RCM എന്നുള്ള ആ 3 ലക്ഷത്തിലുള്ള ഈ ബിസിനസ് മാത്രം. അപ്പൊ അന്ന് തന്നെ അവിടെ വന്ന ആളുകൾക്ക് അറിയാം. അന്ന് തോമസ് സാർ പറഞ്ഞ ഇന്ത്യയിൽ ഇന്ന് നമുക്ക് കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ അത് RCM ആണ്. RCM എന്ന് പറയും പലപ്പോഴും ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഒരു മടിയാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ മടിയാണ്. കാരണം എന്താ, സാധാരണ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ബിസിനസ് ഉള്ള കമ്പനികളൊക്കെ വലിയ വരുമാനം ഓഫർ ചെയ്തിട്ടാണ് മുന്നോട്ട് വരാറുള്ളത്. വലിയ വരുമാനം, ഈ പിരമിഡ് കണക്കി അവർ പറയാം, 100 വെച്ചാൽ 1000, 10,000, 12 ലക്ഷം ഒറ്റയടിക്ക് അവർ എന്താ പറയുക, നമ്മൾ ലക്ഷപ്രഭുക്കളാക്കി മാറ്റും. പക്ഷെ നമ്മൾ ചേർന്ന് കഴിയുന്ന സമയത്താണ് പലപ്പോഴും നമുക്കതിന്റെ മിഥ്യ അല്ലെങ്കിൽ അതിന്റെ കളവ് മനസ്സിലാവുന്നത്. അവര് നമ്മളെ പറഞ്ഞ് ഇപ്പൊ ഒരു മജീഷ്യനെ മാറ്റാൻ ആവശ്യത്തില്ല. ഒരു കൺകെട്ട് വിദ്യയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് ആകർഷിച്ച് നമ്മൾ അതിൽ കൊണ്ടുവന്ന് നമ്മളെ കുറെ പണവും കാര്യങ്ങളൊക്കെ അത് നിക്ഷേപിക്കപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ സമയം നിക്ഷേപിക്കപ്പെട്ട് നമുക്കതൊരു വരുമാനം കിട്ടുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ അത്തരം കമ്പനികളാണ് ഡയറക്ട് സെല്ലിംഗിൽ കൂടുതലുള്ളത്. അവിടെയാണ് നമുക്ക് എന്താ പറയാ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം. അതുപോലെയാണ് RCM. എല്ലാവരെയും പോലെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പല ആളുകളോട് നമ്മൾ ലീഡർമാർ പറയാം RCMനെ പറ്റി പറയുമ്പോൾ, അതൊക്കെ നമുക്കറിയാം, അത് മറ്റേതുപോലെയല്ലേ, മറ്റേതുപോലെയാണോ നമ്മുടേത്, മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പോലെയാണോ RCM? ഒരിക്കലും അല്ല. അതിൽ നിന്ന് എത്രയോ ഏറ്റവും ഡിഫറെന്റ് ആണ് RCM എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള കമ്പനികൾ ഒന്നുകിലും അവര് ഉത്പന്നങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല. അവര് ഈ എന്താ പറയാ വരുമാനത്തിന്റെ പിരമിഡ് അവർ പൊതിച്ചു കാണിക്കും. ഒരു ഉത്പന്നം ചോദിച്ചാൽ 10, 25, 30 ഉത്പന്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 100 താഴെ ഉത്പന്നങ്ങൾ ഉണ്ടാവും. പിന്നെ മറ്റുള്ള വേറെ ഉള്ളത് ഉത്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് റോക്കറ്റിനെ പോലെ. ആ ഉത്പന്നങ്ങൾ സാധാരണക്കാരെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരാൾക്കൊന്നും വാങ്ങാൻ കഴിയില്ല. നമ്മളത് തുടക്കത്തിൽ നമുക്ക് അതിന് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ഉത്പന്നങ്ങൾ വാങ്ങണം. ഉത്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം വരുമാനം വേണ്ടേ? അപ്പൊ അത് വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം പൈസ ഉണ്ടല്ലോ. അപ്പൊ മറ്റുള്ള കമ്പനികളിൽ നിന്നും RCMനെ വ്യത്യസ്തമാക്കുന്നത് ഗുണനിലവാരമുള്ള ഉത്പന്നങ്ങൾ, സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്ന ഉത്പന്നങ്ങളുടെ എണ്ണം. ഞാൻ തുടക്കകാലത്ത് അച്ഛനൊക്കെ RCM 2005 കാലത്ത് വിരലെണ്ണാവുന്ന ഉത്പന്നങ്ങളെ RCM ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ പറയുന്ന 10-15 വർഷമൊക്കെ RCM സക്സസ്
സക്സസ് ആയിട്ടുള്ള ആളായിട്ട് മാറാൻ ഉള്ള ഒരു സമയ ദൈർഘ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നതല്ല. നേരത്തെ നമ്മുടെ അഖിൽ സാർ സൂചിപ്പിച്ചു, ഏകദേശം 6000-ഓളം ഉൽപ്പന്നങ്ങൾ. ഈ 6000-ഓളം ഉൽപ്പന്നങ്ങൾ വെറുതെ പറയുന്നതല്ല, നമ്മുടെ പല പല സെഗ്മെന്റ്സുകളായിട്ട്, ന്യൂട്രി ചാർജിന്റെ ആണെങ്കിൽ, കീസോറിന്റെ ആയിട്ട്, മറ്റുള്ള പറയാ ഗുഡ് ഡോട്ടിൻ്റെതായിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ആ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മുടെ നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായ ഉൽപ്പന്നങ്ങൾ, വേറെ ഒന്നുമല്ല, ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. ആ ഉൽപ്പന്നങ്ങൾ ഒരു മഹത്തായ ഒരു ബൃഹത്തായ ശ്രേണിയുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ അത് RCM ആണ്. പിന്നെ രണ്ടാമത് ഈ RCM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മുടെ ഡയറക്ട് സെല്ലിംഗിൽ നമുക്കൊരു വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല. ഉണ്ടോ? പ്രായത്തിന്റെ ആവശ്യമില്ല. പ്രായം അതിനൊരു എന്താണോ, ഏതൊരു നമ്മുടെ ജോലിയാണെങ്കിലും ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ റിട്ടയർഡ് ആണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു, ഏകദേശം ഒരു 50-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും അച്ഛൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? 50 വയസ്സിൽ, അതെ, 50-ാമത്തെ വയസ്സിലാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ ഇന്ന് വാങ്ങുന്നത് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ, മിനിമം 1.5 ലക്ഷത്തോളം രൂപ മാസം അച്ഛൻ വാങ്ങുക, അല്ലെ? മറ്റ് ഏതെങ്കിലും ഒരു ഉദ്യോഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛന്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ പറയാൻ അതാ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത. ആള് സംസാരിക്കുന്ന ആളായിരുന്നോ? അല്ല, ഇത് സാധാരണക്കാരനായ ബസ് കണ്ടക്ടർ. സാധാരണക്കാരനായിട്ട് ബസ് കണ്ടക്ടറിന് ശേഷം ഒരു സെക്യൂരിറ്റി ആയിട്ട് പണിക്ക് പോയി. ആ അദ്ദേഹമാണ് ഇന്ന് നമ്മളെല്ലാവരെയും മുന്നിൽ ഞാനടക്കമുള്ള ആളുകൾ പരിഹസിച്ചപ്പോ, ഈ പരിഹാസം എന്ന് പറഞ്ഞാൽ ചില്ലറ പരിഹാസം തന്നെ കേട്ടോ. കാരണം അച്ഛനെ സംബന്ധിച്ചുള്ള അച്ഛൻ എവിടെ പോയാലും RCM പറയും, ഒരു മടിയില്ല. ഇനി കേൾക്കുന്ന ആളെ നെഗറ്റീവ് അടിച്ചാലും അച്ഛൻ അയാളോട് പറഞ്ഞോണ്ടേ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് ഏകദേശം രാത്രി ബസ്സിൽ വാഹനങ്ങളിൽ കയറിയത് 5:15 തൊട്ട മുമ്പിൽ സീറ്റിലുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു വൈഫ് അടിക്കുന്നത് എണീറ്റത് കണ്ടപ്പോ, അതുവരെ എല്ലാവരും ഉറങ്ങാണല്ലോ പറഞ്ഞത്, എണീറ്റത് കണ്ടപ്പോ അച്ഛനോട് എന്താ വർക്ക് ചെയ്തത്. അപ്പോഴേക്ക് മനസ്സിലായി എന്താ അവൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ തുടങ്ങുകയാണല്ലോ എന്ന്. ഞാൻ അച്ഛനടുത്തിരിക്കുന്നത് എന്റെ അച്ഛൻ തട്ടി, ചെറുപ്പക്കാരനോട് വൈഫാണ് കിടന്നുറങ്ങിക്കോട്ടെ, അല്ല അച്ഛൻ്റെ മൈൻഡ് ചെയ്തില്ല. അവിടെ ചെന്താ വർക്ക് ചെയ്യുന്ന ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ IT ഫീൽഡാണ്, ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു. ചോദിച്ചു RCM കേട്ടിട്ടുണ്ടോ ചോദിച്ചു. ആദ്യം താല്പര്യമില്ല. പിന്നെ അങ്ങനെ കേട്ടാന്ന് വെച്ചാൽ നമ്മളത് ചെയ്യാൻ പിന്നെ അങ്ങോട്ട് പറയാൻ പോലും അച്ഛൻ പിന്നെ അതിന്റെ താല്പര്യമില്ലാത്തത്. അതെ, അപ്പൊ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ അവരോട് അവര് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അച്ഛൻ RCM പറഞ്ഞു. അവന് താല്പര്യമില്ലാതെ RCM മുഴുവൻ പറഞ്ഞില്ല കേട്ടോ. പിന്നെ അവനിങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനോട് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോയ്ക്ക് പൈസ കൊടുക്കും. ഓട്ടോക്കാരൻ RCM കേട്ടോ, ഏത് പൈസ കൊടുക്കുക ഓട്ടോക്കാരനെ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RCMന്റെ ഒരു അപ്പൊ അയാൾ RCM കേട്ടില്ല ഓട്ടോക്കാരൻ. അപ്പൊ എന്നോട് കണ്ടോ ഇപ്പൊ കേട്ടിയില്ല. അപ്പൊ നമ്മൾ RCM എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കാണണം. നേരത്തെ സാറ് പറഞ്ഞു നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. വളരെ ശരിയാണ്. കാരണം ഇത്രയും സത്യസന്ധമായ ഒരു ബിസിനസ്, ഇത്രയും ആത്മാർത്ഥമായ ഒരു ബിസിനസ്, ഇത്രയും സാധ്യതകളുള്ള ഒരു ബിസിനസ്, ഇത്രയും ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്, സ്വന്തം വീട്ടിലേക്ക് സ്വന്തം ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ലീഡർമാരായി മാറുക, അല്ലെങ്കിൽ നമ്മളിതിന്റെ മെമ്പർമാരായി മാറുക. എവിടെ ഉണ്ട് ഇത്ര വലിയ സാധ്യത? ഇതിൽ ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ നമ്മൾ ഇത് ചേർന്ന് അന്നപ്പോൾ കോടീശ്വരന്മാരെന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. നിങ്ങൾ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അത് ഉപയോഗിച്ച് നിങ്ങൾ ഇതിന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം മറ്റുള്ളവർക്ക് കൈമാറും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതല്ല, എൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ വളരെ പ്രയാസം അച്ഛനെ പറ്റി നല്ല സൗകര്യക്കേടായിരുന്നു. കാരണം ഏടാ കണ്ടാലും അഖിലാ സാർ പറഞ്ഞല്ലോ, അയ്യേക്ക് നടന്ന് വെറുപ്പിക്കാം അഖിലാ സാർ. പിന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്തും നമ്മളിത് കേട്ട് എന്താ പറയാ ഒഴിവാക്കി പോവാണ്. വിവരമുള്ള സമയത്ത് വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും വിവരമില്ലാതെ നമ്മൾ വിവരക്കേട് കാണിക്കുന്ന അറിയുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് മാറി. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡർമാരും
പലപ്പോഴും പല ഘട്ടത്തിലും ഇത്തരം സന്ദർഭങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആർസിയുടെ കാര്യത്തെപ്പറ്റി പറയുന്ന സമയത്ത് പലർക്കും നമ്മളോട് ചടപ്പും വെറുപ്പും അല്ലെങ്കിൽ ഇതിലെങ്ങനെ വൈകിയിരിക്കുന്ന വെറുപ്പ് പലപ്പോഴും അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ വെറുപ്പിച്ച് നടന്നിട്ടാണ് ഞാൻ സാധനം വാങ്ങിയിട്ടുള്ളത്. ആ വെറുപ്പിച്ച് നടന്ന സാധനം വാങ്ങിയ ആള് ഒരു 2 വർഷം മുന്നേ ഓണത്തിന് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, നാരായണ അർജന്റ് കഴിഞ്ഞ് അവിടെ വേണം 4 പാക്കറ്റ്. ഏത് ഒരു സമയത്ത് അച്ഛൻ വെറുപ്പിച്ച് നടന്ന ആളെ, കാരണം ഈ ഉൽപ്പന്നത്തിന്റെ ഗുണം മനസ്സിലായി. അവിടെയാണ് ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ പിന്നെ പറഞ്ഞേ ഇവിടെ നിൽക്കുന്ന ഞാനാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ. 20 വർഷമായിട്ട് ഇതിന് കടന്നു വരാൻ മടിച്ചിരുന്ന ഞാനാണ്. പിന്നെ ഞാൻ മറ്റുള്ള കുറ്റം പറയാൻ പറ്റില്ല, ഒരിക്കലുമില്ല. കാരണം നമ്മൾക്ക് പലപ്പോഴും ഇത്തരം ഒരു ബിസിനസിനെ പറ്റി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും നമ്മളോട് തവിടിനെ പറ്റി പറയുമ്പോൾ തവിടുന്ന് എണ്ണ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആളുകളാണ് അല്ലേ? അല്ലെങ്കിൽ എണ്ണ ഇത്ര തവിടുന്ന് കിട്ടുമോ ചോദിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇത്ര തവിട് എവിടെ കിട്ടുന്നത്? ഈ ചോദ്യങ്ങളിൽ ശരങ്ങളാണ്. പക്ഷെ നേരെ മറിച്ച് മോഹൻലാൽ പോയിട്ട് ഓയില കൂടുന്നതോറും കടുപ്പം കൂടുന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. മറ്റേ മഞ്ജുവാരില്ലേ മറ്റേ കിച്ചൺ ലക്ഷം മറ്റേ ഇതിൻ്റെയൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പരസ്യം വന്നിട്ട് ദത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ വാഴ കപ്പലെടുത്ത് പറയുമ്പോൾ വിശ്വാസമാണ്. പക്ഷെ അതൊക്കെ എന്താ ഞാൻ പറഞ്ഞു ഇതിൽ ഇറങ്ങിയിട്ടുള്ള ഇതില് ഇപ്പൊ നമ്മൾ അടുത്ത ലേറ്റസ്റ്റ് കോൾഗേറ്റിന്റെ കാര്യം കണ്ടില്ല, ഡൽഹിയിൽ വെച്ച് കോൾഗേറ്റ്. ഇപ്പൊ നമുക്ക് ഈ സമൂഹത്തിൽ ഇപ്പൊ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അതിന്റെ ഗുണനിലവാരം പോലും അറിയാതെ പരസ്യങ്ങളുടെ മോഹവലയത്തിൽപ്പെട്ടാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. നമ്മളെല്ലാവരും ഞാനടക്കമുള്ളവർ ഒരു കാലഘട്ടം വരെ നടന്നിരുന്നത് ഇത്തരം പരസ്യങ്ങളുടെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആശുപത്രികൾ കൂടുപോലെ മുളച്ചു വന്നത്. ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പൊ ആശുപത്രികളാണ്. ഇപ്പൊ കോഴിക്കോടൊക്കെ ഞങ്ങളെ ആസ്ട്രമിൻസ് ബേബി ഇതൊക്കെ വലിയ വലിയ കുത്തക കമ്പനി ഏറ്റെടുക്കും. കാരണം എന്താ? അവര് കോടികൾ ഇപ്പോൾ മുതലാളിമാരെ കൊടുത്തത് ഏറ്റെടുക്കുക. കാരണം എന്താ? ഇനി അങ്ങോട്ട് രോഗികളില്ലാത്ത ഒരു വീട് എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ സാമൂഹിക ബാധ്യത വരുന്നത്. എങ്ങനെ? നമ്മളെ കടമ. ഇപ്പൊ നമ്മൾ ആർസിഎമ്മിലുള്ള ഓരോ ഉൽപ്പന്നവും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് അതിന്റെ ക്വാളിറ്റി ഗുണനിലവാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഹൗസ് വാമിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആള് ഷീറ്റ് എഴുതണം. സാധാരണ അതിന് പുറത്തുനിന്ന് വാങ്ങാൻ എഴുതുന്നത്. അപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും ഇപ്പോൾ ആർസിഎമ്മിൽ അതിന്റെ സാധനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതും ഓയിലും. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും മാസ്റ്റർ ക്ലൂ പറഞ്ഞു. ഓക്കെ, 1.5 കിലോ മുളക് പൊടി ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. 1.5 കിലോ മുളക് പൊടി, അതുപോലെ തന്നെ 1.5 കിലോ മഞ്ഞപ്പൊടി, അല്ല 1 കിലോ മഞ്ഞപ്പൊടി, 1.5 കിലോ മല്ലിപ്പൊടി ഇതിനായിരുന്നു. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞപ്പോ 1 കിലോ മുളക് പൊടി ബാക്കിയുണ്ടാവും. 2000 ആളെ പരിപാടി ഞങ്ങൾ 22-ാം തീയതി നടത്തിയിട്ടുണ്ടായിരുന്നു. 1 കിലോ മുളക് പൊടി അവിടെ ബാക്കിയാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹം നമ്മുടെ ഒരു കുടുംബക്കാരൻ കൂടിയാണ്. ഇവരോട് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഏറ്റവും മികച്ച ഉൽപ്പന്നമാണുള്ളത് ക്വാളിറ്റി. ചിലപ്പോൾ പൊതു മാർക്കറ്റിനേക്കാൾ മുളക് പൊടി കേസ് വില കൂടുതൽ നമുക്ക് ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി എത്രയോ കുറച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അവിടെയാണ് നേരത്തെ അഖിൽദാസ് സാർ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാകുന്ന നമ്മൾ അറിയാതെ തന്നെ. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ഒരു മാസം വാങ്ങുന്ന ഉൽപ്പന്നം 1000 രൂപ ഉൽപ്പന്നം പൊതുമാർക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ അത് 500 രൂപയ്ക്ക് വാങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ വരുമാനം, നമ്മുടെ മോൻ DCC പറഞ്ഞ മാതിരി നമ്മൾ അറിയാതെ വരുമാനം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഈ വഴിയാണ്.